അങ്ങനെ കുംഭാഭിഷേകത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ 5 മണിയാകുമ്പോഴേക്കും നമ്മൾ നട തുറക്കുന്ന സമയത്ത് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കണി കാണിക്കലൊക്കെ ഉണ്ടായിരുന്നു ഭഗവാന്. അങ്ങനെ ഞാനും അച്ഛനും കൂടി രാവിലെ പോയിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മ അപ്പോഴത്തേക്കും കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അത് കുട്ടീനെ പിന്നെ തറവാട്ടിൽ കൊണ്ട് കടത്താണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ 5 മണിക്ക് വന്ന് പിന്നെ 7 മണിയായിട്ടോ തിരിച്ച് പോകുമ്പോൾ. താഴത്തന്നെ അവിടെ എത്തിയിട്ടാക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 9 മണിയാകുമ്പോൾ ആദ്യക്കുട്ടീനെയും കൂട്ടിയിട്ട് വന്നു. അവൻ്റെ പേരിൽ അച്ഛൻ നാണയപ്പറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ അവനെയും തൊഴിയിപ്പിക്കണമല്ലോ, അങ്ങനെ വന്നു. അങ്ങനെ അവനെ നാണയപ്പറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കേട്ടോ. അച്ഛനും അമ്മയും ആദ്യക്കുട്ടിയും കൂടിയാണ് കേട്ടോ അതൊക്കെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് അരിപ്പറ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും കഴിച്ചു. ആദ്യക്കുട്ടിക്ക് അതിൽ 1 രൂപ കൊടുത്തു. അത് പോക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാവും പിന്നെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ അരിപ്പറയായിരുന്നു കേട്ടോ. ആ മിമൂസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അരിപ്പറയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ദീപം കൊളുത്താനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരിയൊക്കെ വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ ഇങ്ങനെ അതുകൂട്ടി ഒരേ കളി കേട്ടോ. അതും മിമ്മും നമ്മൾ അമ്പലത്തിൽ ശരിക്കും എല്ലാവരും കൂടിയിട്ട് ഒരു ഫാമിലി പോലെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദിവസമാണ് വരാൻ പറ്റിയുള്ളൂ. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ചൊവ്വാഴ്ച മുതൽ നമ്മളുണ്ടായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ പിന്നെ ഇതാണ്ടോ വിളക്ക് വെക്കുകയാണ്. വൈകിട്ട് നിറമാലയുണ്ട്. അപ്പോൾ ഞങ്ങൾ വിളക്കിന് തിരിയൊക്കെ കൊളുത്തി എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരി വെക്കണമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും തിരിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോയി കേട്ടോ വീട്ടിലേക്ക്. എന്നിട്ട് പിന്നെ പായസമൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യക്കുട്ടി കുറച്ച് നേരം കൂടി കളിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 12:30-ക്കാണ് ഞങ്ങൾ വീണ്ടും വന്നത്. വന്നദാനം ഉണ്ടായിരുന്നു. അവന് മുണ്ടൊക്കെ മാറ്റിക്കൊടുത്ത് പിന്നെ ഞങ്ങൾ വന്നു, ഭക്ഷണം കഴിച്ച്